സങ്കീർത്തനങ്ങൾ 103 20 വാക്യം ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്നു. 103 സങ്കീർത്തനം 20 വാക്യം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ഇന്നത്തെ മെസ്സേജ് റിലേറ്റഡ് ടു ദ ഏഞ്ചലിക്. ഞാൻ വീണ്ടും പറയുന്നു, ഈ സഭായോഗം വളരെ ഗൗരവമുള്ള ഒരു മൂവിലേക്ക് പോവുകയാണ്. ആരാണ് ദൈവത്തിന്റെ ദൂതന്മാർ? അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. വിശുദ്ധ ബൈബിളിൽ ദൈവദൂതന്മാരെ കുറിച്ചും അവരുടെ ശുശ്രൂഷകളെ കുറിച്ചും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ വളരെ ആഴമായി പരാമർശിച്ചിരിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിൽ അത് 108 തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏഞ്ചലിക് മിനിസ്ട്രി, ഏഞ്ചലിക് വിസിറ്റേഷൻ. പഴയ നിയമ പുസ്തകത്തിൽ 108 തവണയും പുതിയ നിയമ ഭാഗത്ത് വരുമ്പോൾ പഴയ നിയമത്തിന്റെ അത്രയും പുസ്തക ഖനം പുതിയ നിയമത്തിനില്ലെങ്കിലും പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ അത് ഇരട്ടിക്കുകയാണ്. പുതിയ നിയമഭാഗത്ത് 165 പ്രാവശ്യം ദൈവദൂതന്മാരുടെ ഇടപെടലും ദൈവിക ദൂതന്മാരുടെ സന്ദർശനവും വ്യക്തമായിട്ടുണ്ട്. ഈ പൂർണ്ണ ബൈബിളിൽ, ഈ എൻറ്റയർ ദ ബൈബിളിൽ, ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ തിരുവെഴുത്തുകളിൽ 273 തവണ ദൈവദൂതന്മാരെ കുറിച്ചും അവരുടെ ശുശ്രൂഷകളെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഒറ്റ വാക്കേ ഉള്ളൂ. ഇത്ര വലിയ ആകാശവും ഇത്ര വലിയ ഭൂമിയും ഒറ്റ വാക്കിൽ നിർത്തി. പക്ഷേ ബൈബിളിൽ 273 തവണ ദൂതന്മാരെ കുറിച്ചും ദൂതന്മാരുടെ ശുശ്രൂഷകളെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ നമ്മുടെ മലയാളം ബൈബിളിൽ ദൂതന്മാർ എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഹീബ്രുവിൽ, എബ്രായ ബൈബിളിൽ മലഖ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മലഖ്. ആ മലഖ് എന്ന എബ്രായ ഭാഷയിൽ നിന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന മാലാഖ എന്ന വാക്കുണ്ടായത്. മാലാഖ, മലഖ് എന്ന് പറയുന്നത് ഹീബ്രു വേർഡാണ്, ഏഞ്ചൽസ്. ഹല്ലേലൂയ. ഗ്രീക്കിൽ ഏഞ്ചലോസ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏഞ്ചലോസ് മീൻ ദ മെസ്സഞ്ചേഴ്സ്, സന്ദേശങ്ങൾ കൈമാറുന്നവർ. ദൈവദൂതന്മാർ യാഥാർത്ഥ്യമാണോ? അവരാരാണ്? അവരുടെ പ്രവൃത്തി എന്താണ്? അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൈന്യമാണ്. എല്ലാവരും വായകൾ തുറന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ സൈന്യമാണ് ദൈവത്തിന്റെ ദൂതന്മാർ. കാരണം 148 സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിക്കുവീൻ, അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിക്കുവീൻ. ദൈവദൂതന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൈന്യമാണ്. നമ്മുടെ ഭാരത രാജ്യത്തിന്റെ സംരക്ഷണത്തിനായും നമ്മുടെ രാജ്യത്തെയും രാജ്യത്തിലുള്ള ജനത്തെയും സംരക്ഷിക്കേണ്ടതിനായും ശത്രുവിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനായും നമുക്ക് വേണ്ടി അഘോരാത്രം അധ്വാനിക്കുന്ന ഒരു ഭാരത സൈന്യം, മനോഹരമായ ശക്തമായ കരുത്തുള്ള ഒരു നല്ല സൈന്യം നമുക്ക് ഈ രാജ്യത്തിലുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ സൈന്യത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. We respect them. We honor them. Hallelujah. നാം അവരെ ബഹുമാനിക്കുന്നവരാണ്.
അതിന്റെ കാരണം മറ്റൊന്നല്ല, ആ സൈന്യം നമുക്ക് വേണ്ടി ഈ രാജ്യത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാം സുരക്ഷിതരായി നമ്മൾ നമ്മുടെ രാജ്യത്തിലായിരിക്കുന്നത്. മാനുഷിക തലങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ ഇതുപോലെ ദൈവത്തിന്റെ രാജ്യത്തെ ആ രാജ്യത്തിലുള്ള ജനത്തെ സംരക്ഷിക്കുന്ന, ദൈവത്തിന്റെ മുഴുവൻ പ്രവൃത്തികളും ചെയ്തെടുക്കുന്ന, ദൈവത്തിന്റെ വാക്കനുസരിക്കുന്ന അവന്റെ വീരന്മാരായ ദൂതന്മാർ. ഹല്ലേലൂയ. ആരെയൊക്കെ ദൈവദൂതന്മാർ സന്ദർശിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ ഏഞ്ചലിക് പ്രസൻസ് ഉണ്ടായിട്ടുണ്ടോ, ആ സ്ഥലവും ആ വ്യക്തികളും പിന്നെ പഴയതുപോലെ ആയിരുന്നിട്ടില്ല. ഇന്നും അതേപോലെ ചില സംഭവങ്ങൾ ഈ ആരാധനാലയത്തിനകത്ത് സംഭവിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരും എഴുതുന്നത് ഞാൻ കാണുന്നു, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓൺലൈനിൽ എന്നെ കാണുന്നവരുണ്ട്, അവരിലും ചിലർ എഴുതുന്നുണ്ട്. വേദപുസ്തകത്തിൽ നിങ്ങൾ ഈ ഭാഗം പെട്ടെന്ന് വായിച്ച് വിടുകയാണ്. അബ്രഹാമിന്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ എഴുതുന്ന കൂട്ടത്തിൽ ഇത് വിട്ടുപോകല്. പ്രധാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, ഇതിന്റെ ഒരു സെന്റർ പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരായി, മനസ്സിലാക്കിയവരായി, സ്വീകരിക്കുന്നവരായി ഒപ്പം നിൽക്കണം. അബ്രഹാമിന് വേദപുസ്തകത്തിനകത്ത് 3 പ്രാവശ്യം ഏഞ്ചലിക് വിസിറ്റേഷൻ. ഞാൻ ഈ ഏഞ്ചലിക് വിസിറ്റേഷൻ എന്ന് പറയുന്നത്, എനിക്ക് ദൂതന്മാരുടെ സന്ദർശനം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആ വാക്ക് പറയാൻ ഒരു സൗകര്യം ഉള്ളത് കൊണ്ടാണ്. ഏഞ്ചലിക് വിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ സന്ദർശനം. അബ്രഹാമിന് 3 തവണ ഏഞ്ചലിക് വിസിറ്റേഷൻ അഥവാ ദൂതന്മാരുടെ സന്ദർശനം ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലും, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യത്തിലും, ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിലും ആ വിസിറ്റേഷൻ കാണുന്നു. ഉൽപ്പത്തി 22:11 എഴുതിയിട്ടുണ്ട്, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു, ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. 3 തവണ അബ്രഹാമിന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. അബ്രഹാമിന്റെ മേളിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ, ആ മനുഷ്യനെ വിശ്വാസികളുടെ പിതാവാക്കി തീർക്കുവാൻ ദൈവം ഉപയോഗിച്ചത്, ദൈവം അയച്ചത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം സെൻഡ് ചെയ്തത് തന്റെ ദൂതന്മാരെയാണ്. ഹാഗാർ എന്ന സഹോദരിക്ക് വേദപുസ്തകത്തിൽ 2 തവണ, ഹാഗാർ എന്ന സഹോദരിക്ക് 2 തവണ ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ഇത് കഥാപുസ്തകമല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ ഒരു വസ്തുതയല്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹാഗാറിന് 2 തവണ, 2 times, 2 തവണ ദൈവത്തിന്റെ ദൂതന്മാർ സന്ദർശിക്കുവാനിടയായി. ഉൽപ്പത്തി 16-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 17-ാമത്തെ വാക്യം ഹാഗാറിനുണ്ടായ ഏഞ്ചലിക് വിസിറ്റേഷൻ ആണ്. ലോത്തിനും സോദോമ്യർക്കും, ബൈബിളിൽ കാണുന്ന ലോത്തും അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്തും ആ സോദോം നിവാസികൾക്കും ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നു. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട്, ആ ദൂതൻ പറഞ്ഞെ കണ്ടിട്ട്, പലയിടത്തും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, ഈ പുസ്തകം ആവർത്തിക്കപ്പെടുന്നതാണ്. ഈ ലോകത്തിൽ കാണുന്ന പല പുസ്തകങ്ങളും അവരെഴുതി തീർത്തു, അതോടെ അത് കഴിഞ്ഞു. പക്ഷെ ബൈബിളിന്റെ മാത്രം പ്രത്യേകതയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നതാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ പ്രവർത്തികളും, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും ഇത് തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അവസാനിച്ച ബുക്കല്ല, ഇത് തുടങ്ങിയതാണ്. ഹല്ലേലൂയ. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് നോക്കി, ഇവിടെ
ദൂതന്മാരെ ലോത്ത് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് നോട്ട് ചെയ്യണം, ആ കണ്ടു എന്നുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ലൈഫിലും ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകാൻ. കർത്താവ് എന്നെ പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ആ സഹോദരിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് ക്യാൻസർ ആണെന്നും അത് 4th സ്റ്റേജിലാണെന്നും ഇതൊക്കെ വെളിപ്പെടുത്തി തരുന്ന ഒരാളുടെ പേര്, അവളുടെ ഡീറ്റെയിൽസ്, ആ സാഹചര്യം ഒരാളെ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രൊഫറ്റിക് സ്പിരിറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ഏഞ്ചൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോർമലി പറഞ്ഞ കാര്യങ്ങൾ പിടിക്കാൻ പറ്റുന്നില്ല, ഹയർ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ആ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഹയർ ഇലത്തിൽ പിടിക്കാനുള്ള ഇരിപ്പല്ല. ഹല്ലേലൂയ. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് 3 പ്രാവശ്യം ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യാക്കോബ് കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു. വീടും നാടും ഊരും എല്ലാം വിട്ട് സകലതും തകർന്ന് തരിപ്പണമായി, നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങി ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യനാണ് ആ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് കല്ല് തലയണ വെച്ച് ഉറങ്ങുന്നത്. എന്നാൽ അന്ന് ആ ഡ്രീമിനകത്ത്, ആ സ്വപ്നത്തിനകത്ത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ട യാക്കോബിന്റെ അവസ്ഥ പിന്നെ പഴയതുപോലെ ആയിരുന്നില്ല. I completely believe when the angel of the Lord visits you, you will never be the same. When the angel of the Lord visits you, you will never be the same. എപ്പോൾ ദൈവദൂതന്മാർ നിന്നെ സന്ദർശിക്കുന്നുവോ നീ പഴയതുപോലെ ആയിരിക്കുകയില്ല. യാക്കോബിന്റെ ജീവിതത്തിൽ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. വീണ്ടും ദൂതന്മാരുടെ സന്ദർശനം യാക്കോബിന് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്. വീണ്ടും ഏഞ്ചലിക് വിസിറ്റേഷൻ. 31:11 ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് പറഞ്ഞു. ദൂതനെ കാണുക മാത്രമല്ല, ദൂതന്മാരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ, ഭാഷ മനസ്സിലാക്കാനുള്ള ഗ്രേസും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നു. ദൂതന്മാർക്ക് ഭാഷയുണ്ടെന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. ഏഞ്ചലിക് ലാംഗ്വേജ്. ഏഞ്ചലിക് ലാംഗ്വേജ്. യാക്കോബ് അത് കേൾക്കുകയാണ്. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോശയ്ക്കുണ്ടായ ഏഞ്ചലിക് വിസിറ്റേഷൻ ആണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോശയെ ദൂതൻ സന്ദർശിക്കുകയാണ്. അവിടെ യഹോവയുടെ ദൂതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് മുൾപടർപ്പിൽ ദൈവം മോശയെ കാത്തുനിന്നു എന്നാണ്. ശരിയാണ്, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന, ദൈവം അയച്ചിട്ട് നിൽക്കുന്ന ദൈവദൂതൻ തന്നെയാണത്. And the angel of the Lord appeared into him. ഒരു ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷമായി, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമായി എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ആ ഒരു എൻകൗണ്ടറോട് കൂടെ വിക്കനായ മോശ ഇസ്രായേലിന്റെ ലീഡറായി തീരുകയായിരുന്നു. Again I tell you, when the angel of the Lord visits you, you will never be the same. എപ്പോൾ ദൈവദൂതന്മാർ നിന്നെ സന്ദർശിക്കുന്നുവോ നീ പഴയ അവസ്ഥയിൽ തുടരുകയില്ല. എങ്ങനെയാണ് ചെങ്കടൽ രണ്ടായത്? നമ്മൾ ചെങ്കടൽ രണ്ടായ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, മോശ ചെങ്കടലിന് മുമ്പിൽ നിന്ന് കൈ നീട്ടി, വടി നീട്ടി പ്രാർത്ഥിച്ചു. ചെങ്കടൽ രണ്ടായി. അത്രേ നമ്മൾ വായിച്ചിട്ടുള്ളൂ, പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്നാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രായേലിയുടെ സൈന്യത്തിന് മുൻപായി, ഇസ്രായേൽ ജനത്തിന്റെ സൈന്യത്തിന് മുൻപായി നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി. പെട്ടെന്ന് അവരുടെ മുമ്പേ നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ദൂതൻ പുറകോട്ട് പോയപ്പോൾ മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി
പുറകോട്ട് പോയി. ദൂതൻ മുൻപിൽ നിന്ന് മാറിയപ്പോൾ മേഘസ്തംഭവും പുറകോട്ട് പോയി. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, രാത്രി മുഴുവൻ മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വേണം. അത് എന്ന് വെച്ചാൽ ഏഞ്ചൽസ്. That cloud അവരുടെ മധ്യേ നിന്നു. ഇസ്രായേൽ ജനത്തിന് മേഘവും ഇസ്രായേൽ ജനത്തിന് പ്രകാശവുമായിരുന്നു. എന്നാൽ മറ്റേ കൂട്ടർക്ക് മിസ്രൈമ്യർക്ക് മേഘവും അന്ധകാരവുമായി. മുൻപിൽ പോയിരുന്ന ഏഞ്ചൽസ് പുറകോട്ട് പോയപ്പോൾ ആ മുൻപിൽ പോയിരുന്ന ക്ലൗഡ് പുറകോട്ട് മൂവ് ചെയ്യാണ്. ആ ഏഞ്ചലിക് എൻകൗണ്ടറിലാണ് 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മോശ കടലിന്റെ മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ ആ കാറ്റിന്റെ പുറകിൽ ഏഞ്ചൽസ് ഉണ്ട്. ഇന്ന് ഈ പകൽ ഞാൻ ഈ സഭായോഗത്തിൽ പറയുന്നു, ദൂതൻ നിനക്ക് വേണ്ടി ചില സൂപ്പർ നാച്ചുറൽ വഴികൾ വെട്ടുകയാണ്. ദൈവദൂതൻ നിനക്ക് വേണ്ടി ചില വഴികൾ ഇന്ന് പകൽ വെട്ടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മോശ ചെങ്കടലിന്റെ മുൻപിൽ കൈ നീട്ടി എന്ന് മാത്രം വായിക്കുന്നു, കാറ്റടിച്ചത് കാണുന്നു. പക്ഷെ കാറ്റടിക്കുന്നതിന് മുൻപ്, കൈ നീട്ടുന്നതിന് മുൻപ് അവിടെ മാസീവായി വെളിപ്പെട്ട ഒരു ഏഞ്ചലിക് ഗ്രൂപ്പ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു ഫറവോന്റെ സൈന്യത്തിനും ഒരു പൈശാചിക മേഖലയ്ക്കും തന്റെ ജനത്തെ അവരുടെ രോമത്തെ തൊടാൻ പറ്റാത്ത നിലകളിൽ, in the name of Jesus I decree and I declare the angelic protection in your life. I decree and declare the mighty angelic protections in your life in the name of Jesus. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗീയ ദൂതന്മാർ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബിലയാം പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊഫറ്റാണ്, ഒരു പ്രവാചകനാണ് ബിലയാം. ബിലയാം ദ്രവ്യാഗ്രഹത്തിൽ പെട്ടുപോയി. ദ്രവ്യാഗ്രഹത്തിൽ വീണ ബിലയാം കൂലി കൊതിച്ച് മറ്റ് ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു. പക്ഷെ ആ ബിലയാമിനെ തിരിച്ചു പിടിക്കാനും ദൈവം അയച്ചത് ഏഞ്ചൽസിനെയാണ്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ബിലയാമിനോട് ദൂതൻ ഇടപെടുന്നത് കാണാം. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. ദൂതൻ കേറി വഴിയെ നിന്നു, ദൂതൻ കേറി നടുക്ക് നിന്നു. ഹല്ലേലൂയ. ദൂതൻ കേറി നടുക്ക് നിന്നാൽ പിന്നെ ഒരുത്തനും ചലിക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കേണ്ട. ബിലയാമിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവന്റെ കഴുതയ്ക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. 22-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൂതൻ വാള് ഊരി പിടിച്ചുകൊണ്ട് വഴി നിൽക്കുന്നത് കഴുത കണ്ടു. ഇത് കണ്ട കഴുതയ്ക്ക് മനസ്സിലായി, മേളിയിരുന്ന പുള്ളിക്ക് മനസ്സിലായില്ല. അവൻ ജഡത്തിലാണ്. ജഡത്തിലിരിക്കുന്ന നിനക്ക് ഇതൊന്നും മനസ്സിലാകുകയല്ല. പക്ഷേ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറവായതിനെ ചില കഴുതകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. വലിയ ബുദ്ധിമാന് കാണാൻ പറ്റാത്തത് വലിയ ആത്മീകന്മാർക്ക് കാണാൻ പറ്റാത്തത് കഴുതയ്ക്ക് കാണാൻ കഴിയുന്നു. കഴുത ഈ കാഴ്ച കണ്ടു. ആ കഴുത ദൂതൻ വാളും ഊരി പിടിച്ച് നിൽക്കുന്ന വഴിയിൽ നിന്ന് കഴുത മാറിപ്പോയി. പക്ഷേ ബിലയാം ആ കഴുതയെ ആ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ആ കഴുതയെ അടിച്ചു. ആ കഴുതയെ അടിച്ചു. ഉടനെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കു വഴിയിൽ നിന്നു. ഏഞ്ചൽ അടുത്ത റൂട്ടിലേക്ക് മൂവ് ചെയ്തു. സെക്കൻഡുകൾ കൊണ്ട് കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിലേക്ക് ഒതുങ്ങി. ബിലയാമിന്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെരുക്കി. കഴുത ബിലയാമിന്റെ കാൽ ചേർത്ത് മതിലിനോട് ചേർത്ത് അവൻ കഴുതയുടെ മേളിലിരിക്കുക.
മൂവ് ചെയ്യല്ല്, മൂവ് ചെയ്യല്ല്, മൂവ് ചെയ്യല്ല്. നിന്നോട് ദൈവം പറയുന്നു, നീ സഭയ്ക്കെതിരെ മൂവ് ചെയ്യരുത്. നീ ദൈവിക പ്രവർത്തികൾക്കെതിരെ മൂവ് ചെയ്യരുത്. നീ ദൈവിക ആലോചനക്കെതിരെ മൂവ് ചെയ്യരുത്. മൂവ് ചെയ്യരുത്. 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദൂതൻ മുൻപോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറാൻ വഴിയില്ലാതെ ആ ഇടുക്കിൽ നിന്നു. വേദപുസ്തക ചരിത്രത്തിൽ ആദ്യമായി 27-28 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലയാമിന്റെ കോപം ജ്വലിച്ചു, അവൻ കഴുതെ പിന്നെയും അടിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഒരു കഴുത, ഒരു മൃഗം വായി തുറന്നിട്ട് എബ്രായ ഭാഷയിൽ സംസാരിച്ചു. കാരണം ഏഞ്ചൽസ് വർക്ക് ചെയ്യുകയാണ്. Today I can see that angels are working for them. Thank you, Lord. Amen. Joshua. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജോഷുവ എന്ന് പറയുന്ന മനുഷ്യന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുന്നു. പുറപ്പാട് പുസ്തകം 23-20 മുതലുള്ള വാക്യം വായിക്കാൻ സമയമില്ല. പുറപ്പാട് പുസ്തകം 32-34 വാക്യം, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഞാൻ ഈ വാക്യം, ഈ സഭായോഗത്തിൽ ഈ വചനം ഞാൻ സ്വീകരിച്ച് ഞാൻ ചിലർക്ക് വേണ്ടി പറയുന്നു. നിന്നെ വഴിയിൽ കാക്കേണ്ടതിനും നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിനും ഇന്ന് പകൽ തന്റെ ദൂതന്മാരെ അവൻ നിനക്ക് വേണ്ടി അസൈൻ ചെയ്യട്ടെ. ഗിദയോൻ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയുടെ ഒരു ദൂതൻ ഓഫ്രിയയിൽ അബിയേസനായ യോവേഷിന്റെ കരുവേലകത്തിന് കീഴെയിരുന്നു. ഗിദയോൻ തകർന്നു നിൽക്കുകയാണ്. മിദ്യാന്യ ശക്തികൾ ഇസ്രായേൽ ജനത്തിന്റെ നന്മ കവർന്നെടുക്കുകയാണ്. ആ ഗിദയോനെയും ഇസ്രായേൽ ജനത്തെ തിരിച്ചു പിടിക്കാൻ 12-ാമത്തെ വാക്യത്തിൽ ഏഞ്ചലിക് എൻകൗണ്ടർ ഗിദയോൻ ഉണ്ടാകുകയാണ്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു കഥാപുസ്തകം അല്ല, ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രമല്ല, ഇന്ന് രാവിലെ ഇറങ്ങിയ ന്യൂസ് പേപ്പർ അല്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാണ്. അല്ലയോ പരാക്രമശാലിയെ, എഴുന്നേൽക്ക, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദയോന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുകയാണ്. മനോഹയുടെ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ശിംശോന്റെ അമ്മ, ശിംശോന്റെ പിതാവാണ് മനോഹ. ശിംശോൻ ജനിക്കുവാൻ കാരണമായത് ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ആണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ശിംശോന്റെ അമ്മയായ മനോഹയുടെ ഭാര്യയായ സഹോദരിക്കും മനോഹയ്ക്കും ദൈവദൂതന്മാരുടെ സന്ദർശനം ഉണ്ടാകുകയാണ്. The most important thing, ഈ ബൈബിളിനകത്ത് ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ധാരാളം ഉണ്ടായ മനുഷ്യനാണ് ദാവീദ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ധാരാളം ഉണ്ടായ മനുഷ്യനാണ് ദാവീദ്. 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 24-ാം അധ്യായത്തിലും ആ 24-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളൊന്ന് നോക്കിയേ. 2 ശമൂവേൽ 24, 15, 16, 17. അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു.
ദാൻ മുതൽ ബേർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. ആ. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിനുമേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. 17 വാക്യം നോക്കിയേ. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടു. ഇത് നടക്കണം. ദാവീദ് യുദ്ധം ജയിച്ചത്, അല്ലെങ്കിൽ ദാവീദ് ഓരോ ഫൈറ്റിലും ശക്തനായി മാറിയത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത വോയിസ്, നിങ്ങൾക്ക് കേൾക്കാൻ കാണാൻ കഴിയാത്ത സ്പിരിച്വൽ റിലംസ് ആ അഭിഷിക്തൻ ആത്മതലങ്ങളിൽ കാണുമായിരുന്നു. 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ബാക്കാ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടെ, ഇത് ദാവീദ് പറയുകയാണ്, ബാക്കാ വൃക്ഷം എന്ന് പറഞ്ഞാൽ മൾബറി ട്രീ, മൾബറിയുടെ വലിയ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിലൂടെ അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. ബാക്കാ വൃക്ഷങ്ങളുടെ ഇലകൾ, അതിന്റെ അഗ്രങ്ങളിലൂടെ ഇങ്ങനൊരു സൈന്യം മാർച്ച് ചെയ്യുന്നത്, അതിന്റെ ഇലകൾ മൂവ് ചെയ്യുന്നത് ദാവീദ് സ്പിരിറ്റ് തലത്തിൽ കേൾക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിക്കാൻ യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളപ്പാടുണ്ടായി. ഇന്ന് പകലിൽ ബാക്കാ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിലൂടെ നടന്ന സൈന്യം എൽഷദായി ചർച്ചിനകത്ത് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ലിസൺ, പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് എനിക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇനി റെഫറൻസ് ഒത്തിരി പറയാൻ, വായിപ്പിക്കാൻ നേരെയില്ല, എഴുതിയെടുത്തോ, ശ്രദ്ധിച്ചോ. ഏലിയാവ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന് 4 തവണ ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. 1 രാജാക്കന്മാർ 19-5 മുതൽ 7 വരെ, വായിപ്പിക്കാൻ നേരെയില്ല അധികം. 2 രാജാക്കന്മാർ 1-3 മുതൽ. ഏലീശായിക്കും ദാസനും ദൂതന്റെ പ്രത്യക്ഷത ഉണ്ടായി. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 16-17 വാക്യം. അശൂര്യർക്ക് ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. 2 രാജാക്കന്മാർ 19-35 വാക്യം. എബ്രായ ബാലന്മാർക്ക് എരിയുന്ന തീച്ചുളയുടെ നടുവിൽ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 25 മുതൽ 28 വരെ. ദൂതന്മാർ തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി നിന്നു. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരുന്നു. ആ ദൂതൻ ആ തീക്കകത്തിറങ്ങിയ ഒറ്റ കാരണം കൊണ്ട്, തീ എന്ന് പറയുന്നത് ചൂടാണ്, ആ ചൂടിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഏഞ്ചൽസ് ആ ചൂടിനെ കട്ട് ചെയ്ത് കളഞ്ഞു. വെറും ഫ്ലെയിംസ് മാത്രമായി. ഇന്ന് പകൽ നിനക്ക് എതിരെ നിൽക്കുന്ന സകല തിന്മയെ കട്ട് ചെയ്ത് കളയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റാപായാലോ റോക്കോബോയോ മഹാരാസക ലാഖോ പോപോപോപോപോപോപോയാ റബബബബ. നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല തിന്മയും Nebuchadnezzar was a very rude ruler in that time. വളരെ ഒരു വ്യത്യസ്തനായ ഭരണാധികാരിയായിരുന്നു നെബൂഖദ്നേസർ. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൂതൻ നെബൂഖദ്നേസറിന്റെ റൂമിൽ ഇറങ്ങി വന്നവന്റെ ഭിത്തിക്കകത്ത് എഴുതി. Hallelujah. The most important thing, Prophet Danielന് 5 തവണ ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യം, 8-ാം അധ്യായം 16-ാം വാക്യം, 9-ാം അധ്യായം 21-ാം വാക്യം, 10-ാം അധ്യായം 5 മുതലുള്ള വാക്യം, 12-ാം അധ്യായം 5 മുതലുള്ള വാക്യം. ഈ ഭാഗങ്ങളിലെല്ലാം ദാനിയേലിന് ദൂതന്മാരുടെ സന്ദർശനം ഉണ്ടായത് കാണാം. പ്രൊഫറ്റ് സക്കറായ, പഴയ നിയമ പ്രവാചകനായിരുന്ന പ്രൊഫറ്റ് സക്കറായയ്ക്ക് ദൂതന്മാരുടെ പ്രത്യക്ഷത ഉണ്ടായി. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്യാമോ? ജസ്റ്റ്
പൊക്കി നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. ചിറകുള്ള സ്ത്രീ. Amen. Hallelujah. ഇതിന്റെ പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ കയറാൻ പോവാണ്. നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടോ? Amen. Yes. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ യേഫയെ പൊക്കിക്കൊണ്ടുപോയി. ഇവിടെ ഇരിക്കുന്ന അമ്മാമ്മയുടെ കാര്യമല്ല പറഞ്ഞത്. ഏഞ്ചൽസ് ആർ ഡിഫറെന്റ്. And behold, there came out two women, and the wind was their wings, and the wind was in their wings. Thank you, Jesus. ഇനി ഇത് മാറ്റാൻ പറ്റുമോ? സക്കറിയാവ് കണ്ടതല്ലേ, ബൈബിളിൽ എഴുതിയതല്ലേ, അച്ചായം പഠിച്ചു വെച്ചത് ഇത് മറ്റേത് മാത്രമേ ഉള്ളെന്ന് കരുതി ഇതിനി മാറ്റാൻ പറ്റുമോ? ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇനി നിങ്ങൾ അതിന്റെ റിയൽ ഭാഗത്തേക്ക് വരികയാണ്. ബിക്കോസ് ഓഫ് ടൈം. സക്കറായ 7 times angelic visitation. പുതിയ നിയമത്തിലെ ജോസഫ് ആരാണ്? യേശുവിന്റെ വളർത്തച്ഛൻ ജോസഫ്. 3 തവണ അദ്ദേഹത്തിന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. ഡ്രീമിൽ വിസിറ്റേഷൻ ഉണ്ടായി. ദൂതൻ സ്വപ്നത്തിൽ വന്നാണ് ജോസഫിനോട് പറയുന്നത്, നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ മറിയെ നീ വിസമ്മതിക്കരുത്, അവളിൽ തലമുറ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് ഒരു ഏഞ്ചലാണ് ഡ്രീമിൽ വന്ന് ജോസഫിനോട് പറയുന്നത്. ലിസൺ ടു മീ. മറ്റൊരു സന്ദർഭത്തിൽ യേശു കർത്താവ് എന്ന കുഞ്ഞിനെ ഹെരോദാവ് കൊന്നുകളയുന്ന കാഴ്ച ഡ്രീമിൽ ജോസഫ് കണ്ടു. ആ സമയത്ത് ദൂതൻ അതേ ഡ്രീമിൽ വന്ന് ജോസഫിനോട് പറയുകയാണ്, നീ കുഞ്ഞിനെയും അമ്മയും കൂട്ടി വേഗത്തിൽ ഇവിടം വിട്ടു പോകുക. ഈ കുഞ്ഞ് മരിക്കുന്നതായിട്ടാണ് ജോസഫ് കണ്ടത്. ഈ ചില ഡ്രീമുകൾ നിങ്ങൾ കാണുന്നത്, ചില മരണങ്ങളൊക്കെ കാണുന്നത് അത് നടക്കാനല്ല, നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഡ്രീമിനും ഓരോ അർത്ഥമുണ്ട്. ഓരോ ചെറിയ കളറിന് പോലും ഓരോ മീനിങ്ങുകളുണ്ട്. One day I will teach you that. Amen. Hallelujah. Hallelujah. ജോസഫിന് 3 തവണ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ട്. മറിയത്തോട് ദൂതനാണ് വന്ന് പറയുന്നത്. ലൂക്കോസ് 1:26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുജനനം. ഗബ്രിയേൽ ദൂതൻ നസ്രയത്ത് എന്ന പട്ടണത്തിൽ, ഗലീല പട്ടണത്തിൽ, come on, let us read it together. ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കലെത്തി. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുമ്പോൾ 28ാമത്തെ വാക്യത്തിൽ ഞാൻ ഈ പറയുന്നത് കൺഫേം ചെയ്യുന്നുണ്ട്. 29ാമത്തെ വാക്യം കാണിച്ചേ. 29ാമത്തെ വാക്യം, അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്ത് വന്ദനം എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ 30ാമത്തെ വാക്യത്തിൽ ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട. ഈ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ആ പ്രസൻസിനെ ഹോൾഡ് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല അത്. ചില കാഴ്ചകൾ ഒരു പക്ഷേ നോർമലി ഏഞ്ചൽസ് അപ്പിയർഡ് ആയാൽ നിങ്ങൾ ബോധം പോകും, നിങ്ങൾ തറയിൽ പോകും. നമുക്ക് അതിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഏഞ്ചൽസ് ഒരാൾക്ക് മാനിഫെസ്റ്റഡ് ആകാൻ, ഏഞ്ചൽ ഒരാളുടെ അരികിൽ വരാൻ ദൈവത്തിന്റെ നിയോഗം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആ ദൂതന്മാർ ആ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരും. എന്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പറയുന്നു, ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചില അറ്റ്മോസ്ഫിയറുകൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടും. Do not be afraid. Fear not, Mary.
fear not, for the horse found favor with God. Mary, you found the favor of God. ദൂതൻ പറയുന്നു, നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരിക്കുകയാണ്. അതേ, ദൈവത്തിന്റെ ഒരു ദൂതുവാഹിയായ ഒരു കർത്തൃദാസനായി നിന്ന് ഈ വചനം എടുത്തുയർത്തി പറയുന്നു, ഇന്ന് പകൽ നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുകയാണ്. ഞാനിത് സ്വീകരിക്കുന്നു, എന്റെ കുടുംബം ഇത് സ്വീകരിക്കുന്നു, ഈ സഭ ഇത് സ്വീകരിക്കുന്നു. സഖറിയ, എലിസബത്ത് ആൻഡ് സഖറിയ, ഏഞ്ചലിക് വിസിറ്റേഷൻ. ആട്ടിടയന്മാർക്ക് ആരാ പ്രത്യക്ഷമായ? ദൂതന്മാർ. യേശു കർത്താവിന് പലതവണ 2-3 റെഫറൻസ് പറയാം. മത്തായി 4:11 യേശു ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ, സാത്താൻ പരീക്ഷിക്കുമ്പോൾ, ആ പരീക്ഷകളെ കഴിഞ്ഞ് പിശാച് പോകുമ്പോൾ ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. ലൂക്കോസ് 22:43 ഗെത്സമനയിൽ ദൂതൻ അവനെ ബലപ്പെടുത്തി. അപ്പോസ്തലന്മാർക്ക് പലതവണ, മഗ്ദലക്കാരി മറിയത്തിന് കല്ലറവാതിക്കൽ ദൂതൻ പ്രത്യക്ഷമാകുകയാണ്. പത്രോസിനും യോഹന്നാനും അപ്പോസ്തല പ്രവൃത്തി 5:19 ഏഞ്ചൽ അപ്പിയർഡ് ആകുകയാണ്. ഫിലിപ്പോസ് എന്ന അപ്പോസ്തലന് അപ്പോസ്തല പ്രവൃത്തി 8:26 ദൂതൻ പ്രത്യക്ഷമാകുകയാണ്. കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യന് അപ്പോസ്തല പ്രവൃത്തി 10:3, 30:31, 32 ഇത് പ്രൊഫറ്റിക്കുമായി റിലേറ്റഡ് ആണ്. ഈ അപ്പോസ്തല പ്രവൃത്തി 10 ആ 3 മുതലുള്ള ഭാഗങ്ങൾ, അതിന്റെ 31, 32 വാക്യങ്ങളൊക്കെ പ്രൊഫറ്റിക്കുമായി റിലേറ്റഡ് ആണ്. അതിലേക്ക് പോകാൻ സമയമില്ല. പത്രോസിന് കാരാഗൃഹത്തിൽ ദൂതൻ പ്രത്യക്ഷമായി. ആ ദൂതൻ കാരാഗൃഹത്തിൽ പ്രത്യക്ഷമായപ്പോൾ ബൈബിൾ പറയുന്നു, അവന്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞുപോയി. കാരാഗൃഹത്തിന്റെ വാതിലുകൾ സ്വതവേ തുറന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഈ വചനം എടുത്ത് പറയാം. ഈ ദൂതന്മാർ, നിങ്ങൾക്കറിയാമോ, ദൂതന്മാർക്ക് മരണമില്ല, ദൂതന്മാർ പെറ്റുപെരുകുന്നില്ല. ബൈബിളിൽ യേശു പറയുന്നു, ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. ദൂതന്മാർക്ക് മരണമില്ല. ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ദ ലോർഡ്. അവരെ ദൈവം അസംഖ്യമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൂതന്മാർക്ക് മരണമില്ലെങ്കിൽ അന്ന് പത്രോസിന് വേണ്ടി ഗേറ്റ് തുറന്ന ഏഞ്ചൽസ് ഇന്നും ഉണ്ട്. ഇന്ന് പകൽ ഈ ഓൺലൈനിൽ കാണുന്നവരോ ഈ ചർച്ചിൽ ഇരിക്കുന്നവരോ ഏതെങ്കിലും ഒരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ. പൗലോസ് അപ്പോസ്തലന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 23-ാം വാക്യം. ഈ Paul the apostle, are you listening me? Hallelujah. Hallelujah. അപ്പോസ്തലനായ പൗലോസിന് പലതവണ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കൃപാവരങ്ങളെ കുറിച്ചും സ്പിരിച്വൽ റിലത്തെ കുറിച്ചും ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് പൗലോസാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികളിലും, അപ്പോസ്തല പ്രവൃത്തി ഐ തിങ്ക് 27-ാം അധ്യായം, 7-ാം അധ്യായം അല്ല 27-ാം അധ്യായം 23-ാം വാക്യത്തിനകത്ത്, അന്ന് രാത്രിയിൽ ഈ കപ്പൽ മുഴുവൻ ഈശാലമൂലൻ അടിച്ച് തകർന്നു നിൽക്കുമ്പോൾ, എല്ലാവരും മരിക്കുമെന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ പൗലോസ് പ്രഭാതത്തിൽ വന്ന് പറയുന്നുണ്ട്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുത്തു വന്നു, എൻ്റെ അടുക്കൽ നിന്നു. ആ ദൂതൻ പറഞ്ഞു, ആ ഏഞ്ചൽ പറഞ്ഞു 24-ാം വാക്യത്തിൽ, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. Nothing will happen. You don't worry about anything. ഈ സാഹചര്യത്തെ കണ്ടോ, ഈ കൊടുങ്കാറ്റിനെ കണ്ടോ, ഈ ഈശാനമൂലനെ കണ്ടോ, തകരുന്ന കപ്പല് കണ്ടോ, നീ തകരത്തില്ല, നീ വലയണ്ട. കാരണം പലകകളല്ല നിന്നെ വെള്ളത്തിൽ നിർത്തിയിരിക്കുന്ന ഏഞ്ചൽസ് ആണ്. വീണ്ടും ഉത്സാഹമുള്ളവരോട് ഞാൻ പ്രവചിക്കുന്നു. Can I prophesy? ഉത്സാഹമുള്ളവരോട് ഞാൻ പ്രവചിക്കുന്നു, നിന്നെ നിർത്തിയിരിക്കുന്നത് സാഹചര്യങ്ങളല്ല,
നിന്നെ നിർത്തിയിരിക്കുന്നത് സംഘടനയല്ല, നിന്നെ നിർത്തിയിരിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യനല്ല, നീ നിൽക്കുന്ന പ്ലാറ്റ്ഫോം പലക കണ്ണങ്ങളല്ല. നിന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽസ് ആണ്. നിന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽസ് ആണ്. ജിജി, അപ്പോസ്റ്റൽ ജോൺ, അപ്പോസ്തലനായ യോഹന്നാൻ, ആ മനുഷ്യൻ ഏഞ്ചൽസിന്റെ അസംഖ്യമായ ഒരു കൂട്ടത്തെ കുറിച്ച് പറയുന്നു. ഞാൻ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നു. ഞാൻ പ്രധാന ഒരു ഭാഗത്തിലേക്ക് വരുന്നു. അടുത്ത 10 മിനിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധയോടെ കേൾക്കുക. ഞാനിപ്പോൾ 30-ലധികം ആളുകൾക്ക് ഏഞ്ചലിക് എൻകൗണ്ടർ ഉണ്ടായത് പറഞ്ഞു കഴിഞ്ഞു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഇത് തുടരപ്പെടുന്നതാണ്. ഇത് തുടരപ്പെടുന്നതാണ്. ഇത് ആഗ്രഹിച്ചാൽ, ഇത് വിശ്വസിച്ചാൽ, ഇത് വിശ്വസിച്ചാൽ, ഇത് ഉറച്ച് വിശ്വസിച്ചാൽ, പൗലോസിന്റെ അടുത്ത് ദൂതൻ വന്നു നിന്നതുപോലെ നീ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ, നീ പ്രാർത്ഥിക്കാൻ റൂമിൽ നിൽക്കുമ്പോ നിന്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നത് നിനക്ക് ഫീൽ ചെയ്യും. നീ ശുശ്രൂഷിക്കുമ്പോ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. എന്നാൽ ഒരു കാര്യം, ഗൗരവമായൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ദൈവദൂതന്മാർ ദൈവം അല്ല. അവർ ആരാധനയ്ക്കോ മഹത്വത്തിനോ സ്തുതികൾക്കോ യോഗ്യരല്ല. അതിന് യോഗ്യൻ യേശു മാത്രമാണ്. ലിസൺ, ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൈന്യമാണ്. ഒരിക്കലും ദൂതന്മാരോട് പ്രാർത്ഥിക്കാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ദൂതന്മാരോട് പ്രാർത്ഥിക്കരുത്. ഒരു ദൂതന്മാരുടെയും നാമത്തിൽ മധ്യസ്ഥ ചെയ്യരുത്. ദൂതന്മാരല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്. യേശു എന്ന ഏക സത്യനാമമാണ്. ദൂതന്മാർ, ലിസൺ, ദൂതന്മാർ പ്രവർത്തിക്കുന്നത്, ആ കുറിവാക്യം ഇന്ന് എടുത്തത് മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന അവന്റെ വീരന്മാരായ ദൂതന്മാർ. ദൈവത്തിന്റെ സൈന്യമാണ് ഏഞ്ചൽസ്. ഇനി പ്രധാനമായും 5 കാറ്റഗറിയിൽ 5 ഡിപ്പാർട്ട്മെന്റുകൾ, ദൂതന്മാരുടെ 5 ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ ദൈവദൂതന്മാർ, ഏഞ്ചൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കാകെ അറിയാവുന്നത്, എന്നെ കേൾക്കുന്നുണ്ടോ? ചിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇത്രയും നേരം സീരിയസ് ആയിരുന്നല്ലോ. നമുക്കാകെ അറിയാവുന്നത് ഈ ക്രിസ്മസ് കാർഡിനകത്തിരിക്കുന്ന ദൂതനെയാണ്. പണ്ട് ക്രിസ്മസ് കാർഡ് മേടിച്ചിട്ടുണ്ടോ? ക്രിസ്മസിന് നമുക്ക് കാർഡ് കിട്ടുമല്ലോ. അതിനകത്ത് ഇങ്ങനെ ബനിയനൊക്കെ ഇട്ട് ഈ ഹെബൻ വായിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ ഒരു ട്രംപറ്റും പിടിച്ചിരിക്കുന്ന ആളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കണ്ട്, നമ്മൾ പടമൊക്കെ വരയ്ക്കും കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞു സാധനം, ചെറിയ ഒരു ബനിയൻ പോലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ട്രംപറ്റും ഒക്കെ ഊതി ഇങ്ങനെ 2 കുഞ്ഞു ചിറക് വെച്ച് അത് മാത്രമാണ് നമ്മുടെ മൈൻഡിലിരിക്കുന്നേ. എൻ്റെ സഹോദരങ്ങളെ, അതൊക്കെ ആരാണ്ട് വരച്ചു വെച്ചതാ. ഈ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞാൽ, അവന്റെ സൈന്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത് വരയ്ക്കാൻ പോലും പറ്റുകയില്ല. ഞാൻ ഈ യൂട്യൂബിനകത്തും ഗൂഗിളിനകത്തും ഒക്കെ ഏഞ്ചൽസിനെ കുറിച്ചുള്ള പിക്ചറുകളും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ അവർ വരച്ചിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യായിരുന്നു. പ്രൊജക്റ്റ് ചെയ്യുന്നത് തെറ്റില്ല, പക്ഷെ അതൊന്നും അല്ല അതിനൊക്കെ അപ്പുറം. ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, ദൈവത്തിന്റെ സൈന്യം ഇതാണെങ്കിൽ സൈന്യാധിപൻ എന്നായിരിക്കും? അറിവില്ലേ? ഈ മീറ്റിംഗിന്റെ ഏറ്റവും ഒടുവിൽ സർവ്വ സൈന്യാധിപൻ യേശു പാടണം. ദൈവത്തിന്റെ സൈന്യം ഇതാണെങ്കിൽ സൈന്യാധിപൻ ആരായിരിക്കും? ഇനി 5 കാറ്റഗറി പറയാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. എല്ലാ ആഴ്ചയും കാനാവിലെ കല്യാണം നമ്മൾ കുറെ എത്രയോ തവണ കൂനയായ സ്ത്രീയെ ഇവിടെ നിവർത്തി. നമുക്ക് ഇന്ന് ഇത് കേൾക്കാം. ഒന്ന് കൈയടിച്ച്. 5
ഹല്ലേലൂയ. നമുക്ക് ഈ കൂനയായ സ്ത്രീ നിവർന്നതും രക്തസ്രവക്കാരി വസ്ത്രത്തിന്റെ തൊങ്കിലെ തൊട്ടതൊക്കെ കേൾക്കാൻ ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു ലോർഡ് ജീസസ്. Amen. 5 ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഏഞ്ചലിക്. ഒന്നാമതായി ആർക്കേഞ്ചൽസ് അഥവാ പ്രധാന ദൂതന്മാർ. എല്ലാവരും സഭ ചേർന്ന് പറഞ്ഞേ, പ്രധാന ദൂതന്മാർ. രണ്ടാമതായി സാറാഫുകൾ. 3 കെരൂബുകൾ. 4 സംരക്ഷിക്കുന്ന ദൂതന്മാർ അഥവാ ഗാർഡിംഗ് ഏഞ്ചൽസ്. ഗാർഡിംഗ് ഏഞ്ചൽസ്, സംരക്ഷിക്കുന്ന ദൂതന്മാർ. 5ാമതായി ലിവിംഗ് ക്രീച്ചേഴ്സ് അഥവാ ജീവികൾ. ആ ജീവികളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. 5 കാറ്റഗറി ഏഞ്ചൽസിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. 1 പ്രധാന ദൂതന്മാർ അഥവാ ആർക്കേഞ്ചൽസ്. 2ാമതായി സറാഫുകൾ. 3ാമതായി കെരൂബുകൾ. 4ാമതായി ഗാർഡിംഗ് ഏഞ്ചൽസ് അഥവാ സംരക്ഷിക്കുന്ന ആത്മാക്കൾ, സംരക്ഷിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ദൂതന്മാർ. 5ാമതായി ലിവിംഗ് ക്രീച്ചേഴ്സ് അഥവാ ജീവികൾ. ഇതിൽ ആർക്കേഞ്ചൽസ് പ്രധാന ദൂതന്മാർ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. ആ പ്രധാന ദൂതന്റെ പേരാണ് മീഖായേൽ. നമ്മുടെ സംസ്ഥാനത്ത് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ പോലീസ് അധികാരികളുണ്ട്. ഏറ്റവും ടോപ്പിലിരിക്കുന്ന റാങ്ക് ആർക്കാന്നറിയാമോ? DGP. പറഞ്ഞ DGP ടോപ്പ് ഓഫീസറാണ്. DGPയുടെ താഴെ ADGP, ADGPയുടെ താഴെ DIG, DIGയുടെ താഴെ SP, SPയുടെ താഴെ DYSP, DYSPയുടെ താഴെ CI, CIയുടെ താഴെ SI, SIയുടെ താഴെ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ASI, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ. ഹല്ലേലൂയ. ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിവിധ കാറ്റഗറി ഉണ്ട്. ഒരിക്കലും ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഒരു പോക്കറ്റ് അടി നടന്നെന്നറിഞ്ഞ് DGP വരത്തില്ല. ഇതിൽ കൂടുതൽ ഞാൻ ഈ വിവറ്റകളെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. DGP എന്ന് പറയുന്നത് ഹയർ റാങ്ക് ആണ്, കമാൻഡിംഗ് ആണ്. അവരെല്ലായിടത്തും എൻട്രി ചെയ്യത്തില്ല. അവരെൻട്രി ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന അധികാരിയിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്നോ പ്രധാനമന്ത്രിയിൽ നിന്നോ ഒക്കെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടുമ്പോഴാണ് അവർ രംഗത്ത് വരുന്നത്. ഇനി മനസ്സിലായില്ലയോ? ഞാൻ ഹല്ലേലൂയ. മീഖായേൽ പ്രധാന ദൂതനാണ്. പ്രധാന ദൂതൻ. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഈ പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ മുൻപിൽ, കർത്താവിന്റെ ഗംഭീരനാദത്തിന്റെ മുൻപിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അവിടെ എന്തിനാണ് അവിടെ പ്രധാന ദൂതനെ കൊണ്ടുവരുന്നത്? പ്രധാന ദൂതൻ ശബ്ദമുണ്ടാക്കുന്നത് എന്തിനാണ്? കാരണം ഈ ഭൂമിയിൽ മരിച്ചവർ ഉയർക്കുന്ന സമയത്ത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു യുദ്ധമുണ്ട്. പൈശാചിക തലങ്ങൾ അസ്വസ്ഥമാകുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ സാഹചര്യത്തിൽ പ്രധാന ദൂതൻ രംഗത്ത് വന്നാണ് മുഴുവൻ ഡിമോണിക് ഇൻഫ്ലുവൻസുകളെ ബ്രേക്ക് ചെയ്ത് ക്രിസ്തുവിൽ മരിച്ചവരെ ഈ ആനയും പന്നിയൊക്കെ ഓടിക്കാൻ കേൾക്കുന്നുണ്ടോ? ചില ശബ്ദങ്ങൾ വെക്കും. ആ ശബ്ദങ്ങൾ വെക്കുമ്പോൾ പന്നിക്കൂട്ടം ഓടിപ്പോവും. ആ ശബ്ദം വെക്കുമ്പോൾ ആ പന്നിക്കൂട്ടം ഓടിപ്പോവും. അതിനുവേണ്ടി ഇപ്പം പലയിടത്ത് കൃഷി ഉള്ളിടത്ത്, വയനാട് ഈ ഭാഗങ്ങളിലൊക്കെ അതിന്റെ ഇലക്ട്രിക് സാധനങ്ങൾ അവർ മേടിച്ചു വെച്ചിരിക്കുക, സെറ്റ് ചെയ്ത്. ഇത് രാത്രിയിലൊക്കെ ഇരുന്ന് അടിക്കുമ്പോൾ പന്നിക്കൂട്ടം വരുമ്പോൾ ഈ ശബ്ദം കേട്ട് പന്നിക്കൂട്ടം ഓടിപ്പോവും. പ്രധാന ദൂതന്റെ വോയിസ് കേട്ട പിശാചിന് ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റുകയില്ല.
ഇതിനകത്ത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം, ഒരു സംഭവം പറയാം. മോശ മരണപ്പെട്ടു. മോശയെ അടക്കിയതാരാ? ഏത് സഭയാ മോശയെ അടക്കിയേ? ആരും ഇല്ലേ ഇവിടെ? മോശ ആരാ അടക്കിയേ? മക്കളെ, ഇനി ഇവിടുന്ന് പോണോന്നുള്ളവർക്കും ഒരു 10 മിനിറ്റത്തേക്ക് എഴുന്നേക്കല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കയറുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത്ര അത്യാവശ്യമാണെങ്കിലും മൂവ് ചെയ്യാവും. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് പോക്കണം. സ്തോത്രം. പ്രധാന ദൂതനായ മീഖായേലിനെ എന്തിനു വേണ്ടിയാണ് മോശയെ ദൈവം അടക്കുന്ന സമയത്ത്? മോശയെ അടക്കിയത് ഒരു സംഘടനയല്ല, ഒരു മനുഷ്യനല്ല, ദൈവത്തിന്റെ കരം തന്നെയാണ് മോശയെ അടക്കം ചെയ്യുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. കാരണം മോശയുടെ ശരീരത്തോട് പിശാചിനൊരു വാശിയുണ്ട്. മോശ ആയിരങ്ങളെ 10,000-ങ്ങളെ വിടുതലിലേക്ക് നയിച്ച മനുഷ്യനാണ്. പക്ഷെ എന്തുകൊണ്ട് സാത്താൻ മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചു? അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിലാണ്. ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിലാണ്, 1:9 അങ്ങനെ പറയാം. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? മോശയുടെ അടക്കത്തിന് എന്നെ കേൾക്കുന്നോ നിങ്ങൾ? മോശയുടെ അടക്കത്തിന് വന്ന് നിൽക്കുന്നത് മൈക്കിളാണ്, പ്രധാന ദൂതനാണ്, DGP ആണ്. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചാൽ ചിലപ്പോൾ 1-2 പോലീസുകാർ വരുമായിരിക്കും. പക്ഷെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ മരണപ്പെട്ടാൽ അവരുടെ ബോഡിയുടെ അടുത്ത് ഏറ്റവും ഉയർന്ന ഓഫീസർമാർ നിൽക്കും. എന്തുകൊണ്ടാണ് മോശയുടെ ശരീരം അടക്കിയപ്പോൾ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ദൂതൻ വന്നത്? ബിക്കോസ് മോസസ് ഈസ് എ ജനറൽ. ഈ ആത്മതലത്തിൽ ജനറൽ റാങ്കിങ്ങിൽ നിൽക്കുന്ന മനുഷ്യനാണ് മോശ. ജീസസ്. ആ മോശയുടെ ശരീരത്തിന് വേണ്ടി അത് അടക്കം ചെയ്യുമ്പോൾ പിശാച് വാദിക്കാൻ വന്നിരിക്കുന്നു. കാരണം പിശാചിന് പറയാനുണ്ട്, ഇവൻ പാറയോട് നീ കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് ഇവൻ ദേഷ്യം വന്ന് പാറയെ അടിച്ചു. പിശാചിന് പറയാനുള്ള സാധനമാണ്. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ പാറയെ അടിച്ചു. ഹല്ലേലൂയ. മിസ്രൈമ്യ പാളയത്തിൽ ചെന്ന് ഒരുത്തനെ തിരുത്തി ഉപദേശിക്കാനുള്ളിടത്ത് അവന്റെ തലയ്ക്ക് അടിച്ചു കൊന്നു. നിന്റെ കൽപ്പനകൾ ലഭിച്ച കൽപ്പലകകൾ ഇവനെ എറിഞ്ഞു പൊട്ടിച്ചു. അത് വെള്ളത്തിൽ കലക്കിയ ആളുകളെ കുടിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഇവന്റെ ശരീരം എന്റെ കസ്റ്റഡിയിലാ എന്ന് പറയാൻ പൈശാചിക ലോകം നിൽക്കുമ്പോൾ ദൈവം തന്റെ പ്രധാന ദൂതനായ മീഖായേലിനെ അയച്ച്, സത്യത്തിൽ മീഖായേല് അവിടെ നിന്ന് വാദിക്കുന്ന മുഴുവൻ പിശാചിനെ ഈ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോശയുടെ ശരീരത്തെ കുറിച്ച് ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ പിശാചേ നിനക്ക് വാ തുറക്കാൻ അനുവാദം തരാതെ യഹോവയുടെ ദൂതൻ തന്റെ അഭിഷിക്തനെതിരെ വാ തുറക്കാൻ അനുവാദം തരാതെ. അങ്ങനെയാ മോശയുടെ ശരീരം പ്രധാന ദൂതനായ മീഖായേലിന്റെ സാന്നിധ്യത്തിലാണ് അടക്കുന്നത്. ഇതേ പ്രധാന ദൂതനെ തന്നെയാണ് എന്നെ നിങ്ങളെ ഉയർപ്പിക്കുന്ന സമയത്ത് മധ്യാകാശത്തിൽ ദൈവം കൊണ്ടുവരാൻ പോന്നേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, പ്രത്യാശയുള്ള ദൈവമക്കൾ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. ഇനി കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? നിങ്ങൾ ക്രിസ്മസ് കാർഡിൽ കാണുന്ന ആളല്ലത് കേട്ടോ. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഈ
പ്രധാന ദൂതനെ ചെറുതായിട്ടൊന്ന് കണ്ടായിരുന്നു. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞ ദാനിയേൽ ചെറുതായിട്ടൊന്ന് കണ്ടായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം, മോനെ സമയമില്ലാത്തോണ്ട് കേട്ടോ, 13-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. കേൾക്കുന്നോ നിങ്ങൾ? അറിയാം, പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തിയ. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവര് കേൾക്കേണ്ട മെസ്സേജിലേക്ക് വരികയാണ്. ദാനിയേൽ പ്രാർത്ഥിക്കാനിരുന്നു. ദാനിയേൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാനിരുന്ന അന്ന് തന്നെ, ആ ദിവസം തന്നെ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ ദ മെസ്സഞ്ചർ, ഗബ്രിയേൽ മാല, പറഞ്ഞ ഗബ്രിയേൽ മാലാക മറിയത്തിന്റെ അടുക്കൽ വന്ന അതേ ഗബ്രിയേൽ ദാനിയേലിന് മറുപടിയുമായി വന്നു. പ്രാർത്ഥിച്ചതിന്റെ അന്ന് തന്നെ വന്നു. പക്ഷേ മേളിലോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കും, മനസ്സിലാകും. ഈ മറുപടി ദാനിയേലിന്റെ അടുക്കൽ എത്തിക്കാതെ പാഴ്സി പ്രഭു എന്ന് പറയുന്നത് ദ പ്രിൻസ്, ദ കിങ്ഡം ഓഫ് പേർഷ്യ, ഓരോ പട്ടണത്തിലും ഓരോ രാജ്യത്തിലും നിങ്ങൾക്കും എനിക്കും കാണാൻ കഴിയാതെ ആ പട്ടണത്തെ, രാജ്യത്തെ വാഴുന്ന ഒരു അദൃശ്യ ലോകമുണ്ട്. നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിജയിച്ചു. കാരണം പൗലോസ് അപ്പോസ്തലൻ ആക്രമിക്കപ്പെട്ടപ്പോൾ, എല്ലാരും പറഞ്ഞേ, പൗലോസ് ആക്രമിക്കപ്പെട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ മനുഷ്യർക്കും ദൈവദൂതന്മാർക്കും കൂത്തുകാഴ്ചയായി എന്ന്. ഇപ്പം പൗലോസിനെ, ഇവിടെ നിൽക്കുന്ന ഒരാളിനെ, someone is coming, ഒരാൾ വാ, come quickly. ഈ മനുഷ്യനെ ഇവിടെ come here. ഈ മനുഷ്യനെ, ഇദ്ദേഹം ഒരു ദൈവദാസനാണ്. ഇദ്ദേഹത്തെ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ ആക്രമിക്കുകയാണ്. ആക്രമിച്ചപ്പോൾ ആ മനുഷ്യൻ ഉച്ചത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ ആക്രമിച്ചത് മനുഷ്യരുടെയും ദൂതന്മാരുടെ മുമ്പിലാണ് ഞാൻ കൂത്തുകാഴ്ചയത്. എന്ന് വെച്ചാൽ എന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമല്ല കണ്ടേ, ഐ ക്യാൻ സീ ദ ഏഞ്ചൽസ് ഈസ് വിത്ത് മീ. ആമേൻ. Thank you. Hallelujah. ഗബ്രിയേൽ മറുപടിയുമായി വന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പലതിനും മറുപടി വരുന്നുണ്ട്. പക്ഷെ അതിനെ തടയുന്ന ശക്തികളുണ്ട്. അത് നിങ്ങളുടെ പക്കൽ എത്തിക്കാതെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ദേശശക്തികളുണ്ട്, കുടുംബത്തിന്റെ പാരമ്പര്യ ശക്തികളുണ്ട്, ഒരു പൈശാചിക ലോകമുണ്ട്. ദാനിയേൽ ഒരിക്കലും 21 ഇരുന്നതല്ല. നമ്മൾ പറയത്തില്ലേ 21. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചതല്ല. 1-ാം ദിവസം പ്രാർത്ഥിച്ചു, ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു, അന്നും മറുപടി കിട്ടിയില്ല, പൈശാചിക ശക്തി തടഞ്ഞു, പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ 21-ാമത്തെ ദിവസം ആയപ്പോ ഗബ്രിയേലിന് മനസ്സിലായി ഈ ശക്തിയുമായി ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്നില്ലെന്ന്. ഉടനെ താഴോട്ട് വായിക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട്, പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ചു വന്നു. ലിസൺ, താഴെ വായിക്കുമ്പോൾ നമുക്കറിയാം ആ പ്രാർത്ഥനയുടെ മറുപടി ദാനിയേലിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എസ്പിയും ഡിവൈഎസ്പിയും എല്ലാരും കൂടെ യുദ്ധം ചെയ്യുക. ഒന്നും നടക്കുന്നില്ല, തടയാൻ പറ്റുന്നില്ല. അവസാനം സ്ഥലത്തെ SI DGPയെ വിളിക്കുകയാണ്. അവിടെ പ്രധാന ദൂതൻ വന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, രക്ഷപ്പെടാവുള്ള അല്ല, നിങ്ങൾ നീച്ചോളാം. അവിടെ പ്രധാന ദൂതൻ വന്നു. മീഖായേൽ അവിടെ വന്നതും ഈ ശക്തികൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. മീഖായേൽ ആ ശക്തികളെ, പാഴ്സി ദേശശക്തികളെ വെട്ടി. പ്രധാന ദൂതൻ ദേശശക്തിയെ വെട്ടി. The same angels. ഒന്ന് കരമടിച്ച് ആത്മാവിൽ ഒന്ന് സ്വീകരിച്ചേ. നിന്റെ ഭവനത്തിന് മീതെ നിന്റെ പ്രാർത്ഥനകളുടെ മറുപടികളെ തടയുന്ന മുഴുവൻ ശക്തികളെ 21-ാം വാക്യം നോക്കിയേ.
എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോട് കൂടെ ഉറച്ചു നിൽക്കാൻ ആരുമില്ല. മീഖായേൽ, you are the prince. You are the prince of the angels. Amen. Thank you Lord Jesus. Thank you, Jesus. Thank you Lord Jesus. മക്കളെ, ഇത് ദൈവത്തിന്റെ സൈന്യമാ. ഇന്ത്യക്കാരാ, ഇവിടുത്തെ സൈന്യം നിങ്ങളുടെ കൂടെയാ. Amen. അമേരിക്കൻ സിറ്റിസണിൽ നിൽക്കുന്നവരെ, അമേരിക്കൻ സൈന്യം നിങ്ങളുടെ കൂടെയാ. ദൈവരാജ്യത്തിൽ നിൽക്കുന്നവരെ, ഈ സൈന്യം നിന്റെ കൂടെയാ. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? These angels are working for you. Amen. Hallelujah. പക്ഷെ പെട്ടെന്ന് വായിച്ചോ. രണ്ടാമത്തെ കൂട്ടരാണ് സാറാഫുകൾ. പറഞ്ഞേ, സാറാഫുകൾ. സാറാഫുകൾ. എന്താണ് സാറാഫുകളുടെ പ്രത്യേകത? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Yes, read it. ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ, ദൈവദാസനെ, ഇതെല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള വാക്യം. അതുകൊണ്ട് ഇവർക്ക് ഇതിനകത്തൊരു സീരിയസ്നെസ്സും ഇല്ല. Amen. ഇവിടെ നിങ്ങൾ കാണുന്നത് ഹെവന്റെ, സ്വർഗത്തിന്റെ ചിത്രമാണ്. Jesus. 24/7. അവിടെ സമയമില്ല, ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. സ്വർഗത്തിൽ വർഷവും സമയമൊന്നുമില്ല. എപ്പോഴും 2 കൊണ്ട് ചിറക്, 2 കൊണ്ട് ചിറകടിച്ച്, 2 ചിറകുകൾ കൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, ദൈവത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ആ വിശുദ്ധിയുള്ള ദൂതന്മാർക്ക് കഴിയുന്നില്ല. അവർ ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ്, ഈസ് ഹോളി, ഹോളി, ഹോളി. ദൈവം പരിശുദ്ധൻ. ആരാധനയുടെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ് സാറാഫുകൾ കൈകാര്യം ചെയ്യുന്നത്. മൂന്നാമത്തെ കൂട്ടർ, ഞാൻ സമയമില്ലാത്തോണ്ട് പോവുകയാണ്. മൂന്നാമത്തെ കൂട്ടരാണ് കെരൂബുകൾ. പറഞ്ഞേ, കെരൂബുകൾ. കെരൂബുകൾ. ശബ്ദമുയർത്തി പറഞ്ഞേ, കെരൂബുകൾ. കെരൂബുകൾ. ഈ വീണുപോയ ദൂതൻ, അഥവാ നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ലൂസിഫർ, വീണുപോയ ദൂതൻ എന്ന് പറയുന്നത്, പിശാചിന്റെ ലോകം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കെരൂബുകളായിരുന്നു. സ്വർഗത്തിലെ ദൈവം വെട്ടി താഴെയിട്ടത് കെരൂബിനെയാണ്. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 28-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നമുക്കറിയാം, ആ ദൂതനെ, ആ കെരൂബിനെ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം പണിയുമെന്ന് പറഞ്ഞ ദൂതനെ ദൈവം വെട്ടി താഴേക്കിട്ടു. അവനാണ് പൈശാചിക ഡിപ്പാർട്ട്മെന്റ്. ഇതൊരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഞാൻ അതിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. കെരൂബുകൾ, കെരൂബുകൾ ദൈവത്തിന്റെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ പ്ലാറ്റ്ഫോമില്ല പാസ്റ്റർ. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ സംസാരിക്കാം. ഞാൻ നിൽക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ്. ഇതുപോലെ ദൈവം നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ് കെരൂബ്സ്. കാരണം കെരൂബുകളുടെ മുകളിലാണ് ദൈവത്തിന്റെ സിംഹാസനം. Are you with me? Hallelujah. കാരണം വിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർ 9:4-5 വാക്യങ്ങളിൽ, എബ്രായർ 9:4-5 വാക്യങ്ങളിൽ, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം മുഴുവനും, പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമപ്പെട്ടകത്തിന്റെ കൽപ്പനകളുമുണ്ട്. അടുത്ത വാക്യം, അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളുമുണ്ട്. കൃപാസനത്തെ കവർ ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ ത്രോണിനെ, ദൈവത്തിന്റെ സിംഹാസനത്തെ കവർ ചെയ്തിരിക്കുന്നത് കെരൂബുകളാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം സങ്കീർത്തനത്തിന്റെ എനിക്ക് തോന്നുന്നു
9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമുണ്ട്. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. Amen. അവൻ കെരൂബിനെ, ദൈവം സഞ്ചരിക്കുന്നത് കെരൂബുകൾക്ക് മുകളിലാണ്. Hallelujah. Hallelujah. ഈ പ്രസൻസ് ഓഫ് ഗോഡ് ഇവിടെ ഉണ്ടായാൽ, ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്താൽ, ദൈവ മഹത്വം ഇവിടെ ഇറങ്ങി വന്നാൽ, ഇപ്പൊ ദൈവം ഇവിടെ ഇറങ്ങി വരണമെങ്കിൽ കെരൂബുകളില്ലാതെ ദൈവം ഇറങ്ങി വരികയില്ല. Amen. Amen. Yes. കാരണം കെരൂബുകളെ Yes. വാഹനമാക്കിയാണ് അവൻ സഞ്ചരിക്കുന്നത്. Yes. Thank you Holy Spirit. Thank you Holy Spirit. Hallelujah. Hallelujah. ഇനി അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കേബാർ നദീതീരത്ത് യെഹെസ്കേൽ ഇരിക്കുമ്പോ സ്വർഗം തുറന്ന് ഞാൻ I saw visions of God. നിങ്ങൾക്ക് ഇച്ചിരിയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചേനെ നിങ്ങൾക്ക് അത് ഉണ്ടാകാൻ. I saw Amen. the visions of God. Amen. ഞാൻ കണ്ടു 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 എന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾക്കറിയോ, യേശു കർത്താവ് പറയുന്നു ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. Amen. കണ്ണിനെ യേശു ഉപമിച്ചത് ലൈറ്റിനോട് കൂടെയാണ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. നിങ്ങളുടെ സ്പിരിറ്റിന്റെ ഗേറ്റ് ആണ്, നിങ്ങളുടെ സ്പിരിറ്റിന്റെ ഗേറ്റ് ആണ് ഈ കണ്ണ്. Yes. Yes. ഈ കണ്ണുകൊണ്ടാണ് നിന്റെ സ്പിരിറ്റിലേക്കുള്ളത് നീ എടുക്കുന്നത്. Yes. ഞാൻ കൂനയായ സ്ത്രീയെ പ്രസംഗിക്കാം. അതാ യേശു പറഞ്ഞ, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതാകും. Amen. കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ ഇരുട്ടലാകും. ഒരാളെ നോക്കുമ്പോൾ, ഞാൻ ഒരാളെ നോക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ അസാധാരണമായ മാനിഫെസ്റ്റേഷൻ വെളിപ്പെട്ടപ്പോൾ, ഈ റീസെന്റ് ബഹ്റിനിൽ ഞാനൊരു ഫാമിലിയോട് സംസാരിച്ച് പ്രൊഫസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ആത്മീക പുത്രൻ ചോദിച്ചൊരു ചോദ്യമാണ്, പക്ഷെ എങ്ങനെയാണ് അവരെ പാസ്റ്റർ അവരുടെ ആ ഡീറ്റെയിൽസും പ്രശ്നം അവരെ ആർക്കും അറിഞ്ഞുകൂടാത്തവരാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, പാസ്റ്റർ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു ഇതുമില്ലാതെ, ബുദ്ധിമുട്ടുമില്ലാതെ, കൺഫ്യൂഷനും ഇല്ലാതെ അവരോട് അവരുടെ മോന്റെ പേര്, അവരുടെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പ്രശ്നം, അവരുടെ ബാഗിനകത്തിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്, ഇതെല്ലാം എങ്ങനെയാണ് പറയുന്നത്? ഇങ്ങനെ ക്രൗഡിനെ നോക്കുമ്പോൾ, ജനത്തെ നോക്കുമ്പോൾ, ആത്മതലത്തിൽ നിന്ന് നോക്കുമ്പോൾ, ചുമ്മാ ജഡത്തിൽ നോക്കുകയല്ല, ഇൻ സ്പിരിറ്റിൽ നോക്കുമ്പോൾ ഒരാളിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിയും. നമ്മുടെ കണ്ണല്ലത്, നമ്മളല്ല നോക്കുന്നേ. ആ നോട്ടത്തിൽ തന്നെ അവന്റെ എൻ്റെയർ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുകയാണ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. സ്പിരിറ്റിന്റെ അകത്ത്, നിന്റെ ആത്മാവിനകത്ത് നല്ലതും നിന്റെ ആത്മാവിനകത്ത് തിന്മയും കൊണ്ടുവരാൻ ഈ കതകിന് പറ്റും. ഈ കതകിന്, അതുകൊണ്ടാണ് ഈ കതകിന് ദൈവം ഡോറ് വെച്ചിരിക്കുന്നത്. ഒന്ന് കരമടിച്ച് Listen to me. പ്രവാചകൻ പറയുന്നു, ഞാൻ സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. മൂന്നാമത്തെ വാക്യം വേഗത്തിൽ, ബിക്കോസ് ഓഫ് ടൈം. ആ കേബാർ നദീതീരത്ത് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നു. 4-ാം വാക്യം. ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടോണേ, വടക്ക് നിന്ന് കൊടുങ്കാറ്റും വലിയ മേഘവും. ദൂതനാ, ഹലോ, ക്രിസ്മസ് കാർഡിൽ ഇരിക്കുന്ന ആളാണെന്ന് നോക്കി. വടക്ക് നിന്ന് കൊടുങ്കാറ്റും വലിയ മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശം, തീയുടെ നടുക്ക് ശുക്ല സ്വർണം പോലെ കാഴ്ച. 5-ാമത്തെ വാക്യത്തിൽ അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം. അവയ്ക്ക് മനുഷ്യ ഒരു ഫേസ് മനുഷ്യ സാദൃശ്യമായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയായിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവൻ മിന്നിക്കൊണ്ടിരുന്നു. അവ 4 ഭാഗത്തും ചിറകിന് കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു.
നാലിന് മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകളിൽ ഒന്നിനോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ ഇവ തിരിയാതെ ഓരോന്നും നേരെ മുൻപോട്ട് പോകും. ഈ ദൈവ സഞ്ചരിക്കുന്ന വാഹനമാണ് കെരൂബ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും ഒന്നും എടുക്കണ്ട, ഇതിന് തിരിയണ്ട, ഇതിന് ഏത് ആംഗിളും. രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ടെങ്കിൽ ഇതിന് ചുറ്റും വിടുതൽ നടക്കുകയാണ്. ലിസൺ ടു മീ. അവയുടെ മുഖമോ, ലിസൺ, മനുഷ്യമുഖം, സിംഹമുഖം, കാളമുഖം, കഴുകമുഖം. ഇത് പുതിയ നിയമഭാഗത്തിലേക്ക് വന്നാൽ ഈ സ്പിരിച്വൽ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ, ഡ്രീം ഇന്റർപ്രറ്റേഷനിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും ഞാൻ മനസ്സിലാക്കിയ ചിത്രങ്ങളിലും എനിക്ക് മനസ്സിലായത് the lion face is apostolic. Amen. That eagle face is prophetic. Yes. Wow. Amen. Amen. Yes. Yes. ഈ നാല് മുഖങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് പോകാൻ നേരെയില്ല. ഇത് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദൂതനായ കെരൂബുകളെ കുറിച്ചാണ്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. മോനെ അടുത്ത വാക്യോടെ വായിച്ചോ, സമയമില്ലാത്തതുകൊണ്ട്. ഇങ്ങനെയായിരുന്നു അവരുടെ മുഖങ്ങൾ, അവരുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. പാസ്റ്റർ ഇനി സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, പെട്ടെന്ന് എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 10-ാം അധ്യായത്തിൽ പോയേ. 10-ാം അധ്യായം 20-21 മെയിൻ പ്രധാന ദൂതനെ ഒന്ന് വ്യാഖ്യാനിച്ച്. മെയിൻ ഏഞ്ചൽ. ഇത് ഞാൻ കേബാർ നദീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ചിറകൻ കീഴെ മാനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു. അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെ ആയിരുന്നു. അവയുടെ ഭാഷയും അവയൊക്കെ തന്നെ. അവ ഓരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചേ. പാസ്റ്റർജി, എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിച്ചോ? അവന്റെ കണ്ണ് മിന്നൽ പോലെ ആയിരുന്നെന്നും വായിച്ച 1-ാം അധ്യായം. ജീവിയുടെ നടുവിൽ കത്തിക്കൊണ്ടിരുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ദൈവദൂതന്മാർ ഇതാണെങ്കിൽ ദൈവം എന്നായിരിക്കും? ആമേൻ, ആമേൻ. യെസ്. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന ഏഞ്ചൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന മത്തായി 18:10-11 വാക്യത്തില് ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ തുച്ഛീകരിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുകയും അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. അവരുടെ ദൂതന്മാർ, പേഴ്സണൽ ഏഞ്ചൽസ്, അവരുടെ ദൂതന്മാർ, അവരുടെ ദൂതന്മാർ. Thank you, Holy Ghost. Thank you, Holy Ghost. Because of time, ഒത്തിരി കാര്യങ്ങൾ പ്രസ്താവിക്കാനുണ്ട്. ഫൈനലി ഞാൻ പറയാം, നെക്സ്റ്റ് ടൈം ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം. ദൈവദൂതന്മാർ അസംഖ്യമാണ്, എണ്ണമില്ലാത്തതാണ്. എബ്രായർ 12:22 എഴുതിയിരിക്കുന്നു, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൈവദൂതന്മാരുടെ സർവസംഘത്തിനും. അനേകായിരം. ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കുന്നത്, അതിനെന്നെ എഴുതിയിരിക്കുന്നത് ഇന്യൂമറബിൾ. ഇന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണാൻ സംഖ്യയില്ല അത് പറയാൻ. ഏഞ്ചൽസിന് നിങ്ങൾ വിചാരിക്കുന്ന 3-4 പേരല്ല. യേശു കർത്താവ് ചെറിയൊരു കണക്ക് പറഞ്ഞായിരുന്നു. യേശു ചെറിയൊരു കണക്ക് പറഞ്ഞായിരുന്നു. മത്തായി 26:52-53 വാക്യത്തിലാണ് യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം
ദൂതന്മാരെ എൻ്റെ അടുക്കൽ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടായി. ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000 ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000 ആണ്. 12 ലഗ്യോൺ എന്ന് പറയുന്നത് 72,000 Amen. ഞാൻ ചോദിക്കട്ടെ, യേശു പറയുന്നു ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ 72,000 ഏഞ്ചൽസ് ഇവിടെ വരും. പത്രോസേ, നിന്റെ തുരുമ്പിച്ച വാൾ എനിക്ക് വേണ്ട. Amen. Amen. ഇത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഞാനൊന്ന് പറഞ്ഞാൽ 72,000 ദൂതന്മാർ ഇവിടെ വരുമെന്ന് യേശു പറയുന്നെങ്കിൽ ഇല്ലാത്തൊരു കണക്ക് യേശു പറയൂ? No. ഒന്ന് കൈയടിച്ച് കർത്താവിനായി ഇല്ലാത്തൊരു കണക്ക് യേശു പറയൂ? 72,000 ഏഞ്ചൽസ്. അതിലെ ഒരു ദൂതൻ ഇറങ്ങി വന്ന അശൂർ പാളയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ തീർത്ത്. 72,000 ഒന്നും വേണ്ട. Angels are here. Angels are everywhere. Thank you, Holy Spirit. എന്നാൽ ഈ ഏഞ്ചൽസ് മുഴുവനും 1 പത്രോസ് 3:21-22 എഴുതിയിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തിയും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഏഞ്ചൽസ് എല്ലാം കർത്താവിന് സബ്മിസീവ് ആണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞാൽ. ഏഞ്ചൽസ് എല്ലാം കർത്താവിന് സബ്മിസീവ് ആണ്. റോമർ 8:38-39 വാക്യത്തിൽ വരുമ്പോൾ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന്, റോമൻസ് ചാപ്റ്റർ 8:38-39, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താൻ കഴിയത്തില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ, മക്കളെ, ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ 1,85,000 പേര് ഒറ്റ രാത്രി തീർന്നെന്നാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവരസംഖ്യമാണെന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ദൂതനാണ് ഒരു ചെങ്ങലയുമായി വന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുക, അനന്തര യഹോവയുടെ ദൂതൻ ഒരു ചെങ്ങലയുമായി വന്ന് പിശാചിനെ ബന്ധിച്ച് തീപ്പൊയ്കയിൽ ഇട്ടെന്നാണ്. only one angel. എന്നാൽ ബൈബിൾ പറയുന്നു ദൂതന്മാർക്കോ, വേർഡ് 38, ദൂതന്മാർക്കോ, ദൂതന്മാരെന്നല്ല പറഞ്ഞ, ദൂതന്മാർക്കോ. സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും കൂടെ നിങ്ങളെ പിടിച്ചു വലിച്ചാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഇളകത്തില്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ശക്തി എന്തുവാ? ഇല്ല, കേട്ടില്ല. ഒന്നുകൂടെ പറയാം. ഏഞ്ചൽസ് ആർ വെരി പവർഫുൾ. ദൂതന്മാർ ശക്തിയുള്ളവരാണ്. ആണോ? കേട്ടിട്ട് എന്ത് തോന്നുന്നു? ആണോ? ബൈബിൾ പറയുന്നു സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും, അസംഖ്യമായ ദൂതന്മാരും കൂടെ ചേർന്ന് നിങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് പിടിച്ചു വലിച്ചാലും ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഇളകി വരത്തില്ലെങ്കിൽ, ദൂതന്മാർക്ക് ഇളക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഞാനും എൻ്റെ ദൈവമായിട്ടുള്ളതെങ്കിൽ ആ സ്നേഹത്തിന്റെ ശക്തി എന്താ? അത് അനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈകൾ അടിച്ച് കർത്താവ്, അത് അനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ, that love is amazing. Uraba shataraba rakotopose karaba. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, പുത്രൻ അഭിഷിക്തനാണ്, ദൂതന്മാർ അഭിഷിക്തരല്ല. യേശുക്രിസ്തു ഭരണാധിപനാണ്, ദൂതന്മാർ പ്രജകളാണ്. യേശുക്രിസ്തു മെസ്സേജ് ആണ്, ഏഞ്ചൽസ് മെസ്സഞ്ചേഴ്സ് ആണ്. മെസ്സേജ് യേശുവാണ്. Jesus Christ is the message, but angels are messengers. Hallelujah. രാപ്പകൽ അവന്റെ ദൂതന്മാർ അവനെ ആരാധിക്കുന്നു. പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്നു. ഇന്ന് ഈ പകലിലും ഈ ഇരിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി, ഒന്ന് എഴുന്നേറ്റ് നിന്ന ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധനെ, ഹോളി 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 യു ആർ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചേ, ശബ്ദം ഉയർത്തി വിശുദ്ധിയോടെ. Thank you, Lord. You are holy. Holy. You are holy.
Shabahaskaramadala. presence of the angels. Rakamahoshaha. Glory on the way. Lakramahoshabrasakatara. Voice of many waters. I can hear the angels say, in the presence of angels, with God's glory on the way. ഇന്ന് പകൽ വിശ്രമം കൂടാതെ പ്രവർത്തിക്കുന്ന ദൂത സൈന്യം, മരണമില്ലാത്ത ദൂത സൈന്യം, ഇച്ഛാശക്തിയും ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുമുള്ള ദൂത സൈന്യം, ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ദൂത സൈന്യം നിനക്ക് വേണ്ടി ഇറങ്ങാൻ ദൈവത്തോട് അപേക്ഷിക്കുക. വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കുക. Lord, I pray. ഇരു കരങ്ങളും ഉയർത്തി Pastors, you have to come. Pastor Babu, come forward. Pastor Gigi, come forward quickly. This platform. Lift your hands in heaven. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകലിൽ അബ്രഹാമിന്, ഹാഗാറിന്, സാറയ്ക്ക്, യാക്കോബിന്, ഇസഹാക്കിന്, ഗിദയോന്, മനോഹയുടെ ഭാര്യയ്ക്ക്, മറിയത്തിന്, ജോസഫിന്, സക്കറിയാവിന്, ഇങ്ങനെ അനേകരുടെ ജീവിതത്തിൽ ഉണ്ടായ വിസിറ്റേഷൻ, പത്രോസിന്, പൗലോസിന്, കൊർന്നല്യോസിന്, ഫിലിപ്പോസിന്, വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലന്, ലോർഡ് ഒരു എൻകൗണ്ടർ എനിക്ക് ഉണ്ടാകണം. ഐ ആം പ്രേ ഫോർ ദ എൻകൗണ്ടർ ലോർഡ്. വായ്കൾ തുറന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളിൽ ഒരു വലിയ ദൈവിക സ്പർശനം ഉണ്ടാകും. എന്നോട് ദൈവം പറയുന്നു, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ, അവിശ്വാസത്തെയും പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുന്നു. നിന്റെ ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ തലം വെളിപ്പെടുമ്പോൾ ആ ഏഞ്ചലിക് എൻകൗണ്ടർ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഏഞ്ചലിക് എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ഇന്ന് ഈ ആലയത്തിൽ പുതുതായി വന്നവരുടെ മേളിൽ, ഈ ലൈവ് സർവീസ് കാണുന്നവരുടെ മേളിൽ, അവരുടെ ഭവനത്തിൽ തുറക്കാത്ത ചില വാതിലുകളെല്ലാം ഇന്ന് തുറക്കപ്പെടട്ടെ. ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ. ആ വിസിറ്റേഷൻ ഉണ്ടാകട്ടെ. എലീശായുടെ കൂടെ നിന്ന് ഗേഹസി പറയുകയാണ്, അവരോട് കൂടെ ഉള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവർ അധികമാണ്. ദൈവത്തിന്റെ സൈന്യത്തെ കാണാൻ, ദൈവത്തിന്റെ സൈന്യത്തെ കാണാൻ നിന്റെ ആത്മാവിന്റെ കണ്ണ് ദൈവം തുറക്കട്ടെ. ഓ ഷാബാ ബാബാ, എത്ര ശക്തന്മാരായ പ്രവാചകനായ എസക്കേൽ പറയുന്നു, ഞാൻ കേബാർ നദീതീരത്തിരിക്കുമ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെ കണ്ടു. ക്ഷണവസ്ത്രം ധരിച്ചൊരു മനുഷ്യനെ കണ്ടു. അവന്റെ കണ്ണ് തീപ്പന്തം പോലെയും അവന്റെ മുഖം മിന്നൽ പോലെയുമായിരുന്നു. അവന്റെ കണ്ണ് തീപ്പന്തം പോലെയും അവന്റെ മുഖം മിന്നൽ പോലെയുമായിരുന്നു. തീ അവനിൽ നിന്ന് പുറപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ന് പകൽ ഒരു ദൂതന്റെ ചിത്രം ഇതാണെങ്കിൽ, ദൂതന്മാരാരാധിക്കുന്നവന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ, വെള്ളോട്ടിന്റെ സദൃശ്യമായ കാലുകളുള്ള, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന സർവ്വസൈന്യാധിപനെ അതരങ്ങളെ തുറന്ന് സ്തുതിക്കാൻ തുടങ്ങി. കരങ്ങളെ ഉയർത്തി, Father, visit me.
ആത്മാർത്ഥമായി ഒരു 5 മിനിറ്റ് നിങ്ങളിപ്പോ ദൈവത്തിനൊന്ന് കൊടുത്താൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന നിലകളിൽ ഒരു വിസിറ്റേഷൻ ഉണ്ടാകാൻ പോവുകയാണ്. വായ്കൾ തുറന്ന് പ്രാർത്ഥിച്ചു. സൈന്യങ്ങളിൽ നായകൻ അങ്ങല്ലയോ, ധന്യനായ ഏകാധിപതി അങ്ങല്ലയോ. You are the army of hosts. സൈന്യങ്ങളുടെ നായകൻ, Lord, angel of the Lord. യാക്കോബിനുണ്ടായതുപോലെ ഒരു എൻകൗണ്ടർ എനിക്കുണ്ടാകട്ടെ. വാ തുറന്ന് പറഞ്ഞേ, അബ്രഹാമിന്റെ വീടിനെ സന്ദർശിച്ച ദൂതന്മാർ എന്റെ ഭവനത്തെ സന്ദർശിക്കട്ടെ. Visit me, Lord. Visit me, Lord. Visit സൈന്യങ്ങളിൽ. Visit me, Lord. ഈ ഓൺലൈനിൽ എന്നെ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുക്കുക, ദൈവ സാന്നിധ്യത്തോട് അടുക്കുക. പ്രാർത്ഥനയിൽ അടുക്കുക. നിങ്ങളുടെ തലമുറകൾക്ക് ദൈവിക വിസിറ്റേഷൻസ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ആ വിസിറ്റേഷൻസ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ അതുണ്ടാകട്ടെ. വൈശാചിക മേഖലകൾ ലോക്ക് ചെയ്തിരിക്കുന്ന സകല ലോക്കുകൾ കർത്താവിന്റെ ദൂതനെ അയച്ച് ഇന്ന് പകൽ പൊട്ടിച്ചു കളയട്ടെ. Angel of the Lord, angel of the Lord, angel of the Lord, angel of the Lord. I'm feeling the angelic presence here. ഈ കുറച്ചു പേര്, എല്ലാവരും കൂടെ അല്ല, അത്രയും റോ എന്ന് മുമ്പിൽ വന്നേ, അത്രയും പേര്. കം ക്വിക്ലി, കം ഫോർവേഡ് ഇൻ ദിസ് ഏരിയ. ഇത്രയും പേര്. അത് കഴിഞ്ഞ് ഞാൻ പുറകിലുള്ളവരെ വിളിക്കും. ഫ്രണ്ടിൽ വന്നേ കുറച്ചു പേര്. എല്ലാവരോടും ഇടിച്ചുകൂടല്ല, കുറച്ചു പേരെ വിളിച്ചത് അതുകൊണ്ടാണ്. ഗ്യാപ്പ് ഇട്ട് തന്നെ. ഒരാളുടെ ശരീരത്തിൽ ഒരാൾ മുട്ടരുത്, ഒരാളുടെ ശരീരത്തിൽ ഒരാൾ മുട്ടരുത്. അങ്ങനെ നിൽക്കണം. പറഞ്ഞതും നിങ്ങളൊന്ന് കൈ ഉയർത്തി പിടിച്ചേ. Father, in the mighty name of Jesus, thank you, Jesus, for your glorious angels are here. Glorious angels. Thank you, Jesus, for your glorious angels. Karanaya Shambraha Soko Libraha Sheketala Gang 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 Gamos Rangandandandandandandandanama Langangangangangananananananana. Father,
ഞാൻ ഈ സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവിക സന്ദർശനം അവർക്കുണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. Visit Lord. Visit them Lord. ഈ ചെറുപ്പക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സന്ദർശനം അവർക്കുണ്ടാകട്ടെ. Visit them Lord. Visit them Lord. Visit the mighty angels here. Rakayalabaya hasa. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. Just a quiet morning. Just a quiet. Lift your hands in heaven. കൈകൾ ഉയർത്തി പിടിക്കുക. Thank you pastors. Thank you. Thank you all the worship team. Thank you. Thank you. Take your microphone and worship there. Camera, get down. Get down. Thank you, brother. Thank you. Only the because I can see you. ആ കൈ ഒന്ന് ഉയർത്തി പിടിക്കാം. Precious. ഇവിടെ നിൽക്കുന്നവരെന്നെ നോക്കിയേ. ജീസസ് ടച്ച്. Move it, Lord. Listen to these people here. Listen to these people here. Father, in the name of Jesus, in the name of Jesus, in the name of Jesus. Thank you, Holy Spirit. Right now, Lord. Visit all the people. ആ കൈകളെ ഉയർത്തി പിടിക്കാം. The name of Jesus. 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 Hallelujah. Jesus. Thank you, Lord Jesus. ഓരോ വ്യക്തികളെ അവരുടെ ജീവിതത്തെയും കർത്താവ് സന്ദർശിക്കട്ടെ. Visit them now, Lord. കർത്താവ് അവിടെ തൊടുകയാണ്, അവിടെ തൊടുകയാണ്. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ അവിടെ സുഖപ്പെടുകയാണ്. Attention as you go. In the name of Jesus. Fill them with your glory, Jesus. പാസ്പോർട്ടുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നവർ അത് ഉയർത്തി പിടിച്ചോ, അത് ഉയർത്തി പിടിച്ചോ. പാസ്പോർട്ടുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നവർ ഉയർത്തി പിടിച്ചോ. The Lord is visiting you now. Visiting now, visiting now. രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികളെ യേശു സൗഖ്യമാക്കട്ടെ. സകല പൈശാചിക ശക്തികളും അഴിഞ്ഞു വീഴുക. Come on, come on, come on, the Spirit. Come on, the Spirit. Over there, over there, over there, in the name of Jesus.
ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന മുഴുവൻ ശക്തികൾ പൊട്ടിപ്പോകട്ടെ. Yeah, 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 yeah. കൈ അടിക്കേണ്ടവർക്ക് കൈ അടിക്കാം, സ്തുതിക്കേണ്ടവർക്ക് സ്തുതിക്കാം. Yeah. That spirit is moving right now, right now.